ഈ തിരക്കുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? നിങ്ങൾ കാണുമ്പം അത് തിരക്കോടെ തിരക്കെന്ന് പറയും. പക്ഷേ അത് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും എത്ര തിരക്കാണെങ്കിലും അപ്പയുടെ ആ അഭാവം ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ഒരുപാട് പേര് വന്ന് പറഞ്ഞു ഞങ്ങളെ കേൾക്കാൻ ഇന്ന് ആളില്ല. ഏത് സ്ഥാനത്തെത്തിയാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം തേടാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ടൊരു വിലയില്ലല്ലോ. അപ്പയുടെ മരണശേഷം എന്ത് ഒരു അനുഗ്രഹം ലഭിച്ചാലും അത് അപ്പയുടെയാണെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആ മരണം മുന്നിൽ കണ്ടതാണോ, എന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചതാണോ, അത് ഇന്നും എൻ്റെ മനസ്സിലൊരു അതും ഒരു മായാത്ത ചിത്രമായിട്ട് നിൽക്കുന്നു. തിരക്കൊഴിയാത്ത ഒരു വീടിൻ്റെ അകത്തളത്തിൽ അവരുടെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലാണുള്ളത്. മകൾ മറിയ ഉമ്മനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. നമസ്കാരം. ഈ ചെറുപ്പകാലത്ത് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ തിരക്കുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? നിങ്ങൾ കാണുമ്പം അത് തിരക്കോടെ തിരക്കെന്ന് പറയും. പക്ഷേ അത് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുമ്പോൾ തൊട്ട് നമുക്കതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു പ്രത്യേകത തോന്നത്തില്ല. ചിലപ്പോൾ സാധാരണ വേറൊരാൾക്ക് ഫീൽ ചെയ്യുന്ന, എനിക്കൊരിക്കലും ഒരു ബേർഡനായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടില്ല. ചിലപ്പം മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ അപ്പയുടെ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ എന്നുള്ളത് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് എന്തായാലും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അച്ഛനും ചാണ്ടിക്കും തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നതാണ്, അപ്പോൾ ഒരിക്കലും എത്ര തിരക്കാണെങ്കിലും അപ്പയുടെ ആ അഭാവം ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. അപ്പ ഭയങ്കര കെയറിങ് ആളായിരുന്നു, ഭയങ്കര കരുതലായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ തന്നെ അപ്പ ആ ഉള്ള സമയത്ത് ആ മിസ്സിങ് അപ്പയ്ക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ അപ്പയുടെ ഒരു ഫോൺ കോളിൽ അപ്പയ്ക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. നമ്മളോടുള്ള ആ സംസാരത്തിൻ്റെ ഇടയിൽ അപ്പയ്ക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഈ ധാരാളം ആളുകൾ സഹായം തേടി ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് എത്ര ആളുകളൊക്കെ എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുന്നത്? അത് അപ്പയുടെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞതിൽ അപ്പയുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പയുടെ മരണത്തിലായിരിക്കാം ഒരുപാട് സംഭവങ്ങൾ നമ്മളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ തന്നെ അറിയുന്നത്. അപ്പോൾ എനിക്കൊന്ന് ജനങ്ങൾ മുഴുവനും അറിഞ്ഞത് ആ സമയത്ത് എല്ലാവരും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുമ്പോൾ പലരും ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ ഒരു നോർമലായിരിക്കുന്ന ഒരവസ്ഥയിൽ ചെയ്യുന്ന അപ്പോൾ ചെറുപ്പത്തിൽ KSU തൊട്ട് വളർന്നു വന്ന വ്യക്തിയാണല്ലോ. അപ്പം KSU തൊട്ട് വളർന്നു വന്ന ഒരു വ്യക്തി ആ കാലം തൊട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇടുക്കിയിൽ ഒരു ഉമ്മൻചാണ്ടി കോളനി ഉണ്ട്. ഞാൻ അവിടെ പോയി, ഞാൻ ഒരുപാട് ചാരിറ്റി വർക്കുള്ളതിനോട് ഞാൻ അവിടെ പോയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഉമ്മൻചാണ്ടി കോളനി പറഞ്ഞത് അപ്പയുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള സ്ഥലം എന്ന് പറഞ്ഞാണ് ആ സ്ഥലത്ത് തന്നെ ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഈ ഉമ്മൻചാണ്ടി കോളനി എന്നുള്ളൊരു പേര് അപ്പ ഒരു MLA പോലും ആകുന്നതിന് മുമ്പ് ഇട്ട പേരാണ്. അപ്പോൾ ഒരു വ്യക്തി ഇപ്പം അപ്പയൊരു മന്ത്രിയോ ഒരു MLA അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് എത്തിയതിന് ശേഷം ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഓക്കെ, അപ്പയൊരു MLA ആകുന്നതിന് മുമ്പ് ആ കോളനിക്ക് ആ പേര് വന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സഹായം ആ കോളനിക്കാർക്ക് ലഭിച്ചത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ എന്തുമാത്രം അപ്പ ഒരു MLA ആകുന്നതിന് മുമ്പ് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം ആ കോളനിക്ക് ആ പേര് വന്നത് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് തോന്നുന്നത് ആ ബ്ലഡിൽ അലിഞ്ഞൊരു ജീവിതത്തിൻ്റെ ഒരു ദിനചര്യ ഒരു ഭാഗമായി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പാഷനായി കഴിയുമ്പോൾ അപ്പയുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരു ദുഃഖമായിട്ട് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പോയിന്റിൽ നിന്നാണ് അപ്പം ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും പല പല കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പയ്ക്ക് ഒരുപാട് അങ്ങനത്തെ സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു. അത്
മക്കളിലേക്കും അപ്പയ്ക്ക് കൊടുക്കാവുന്നത്രയും അപ്പ പകർന്നു കൊടുത്തിട്ടുണ്ട്. ആളൊഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ 5-6 പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒരു വലിയ റാലി വരുന്ന സെക്രട്ടേറിയറ്റിനകത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹം പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു റാലിക്കുള്ള ആൾ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് എന്തൊക്കെയാണ് സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്? അപ്പയുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയത്, ഇപ്പം ഏതൊരു വ്യക്തി വന്നാലും ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഡ്രൈവർ എന്ന് വെച്ചു, ഡ്രൈവർ കുറച്ച് ലേറ്റായി എന്ന് വെച്ചു. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ലേറ്റായി പറഞ്ഞില്ലേ എന്ന് പറയും. പക്ഷെ അപ്പം ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ വരാതിരിക്കുന്നത്. അതൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനത്തെ ഞാനൊരു സംഭവം പറയാം. അപ്പൊ ഇവിടെ കോട്ടയത്ത് മണർകാട് മെഡിക്കൽസിലാണ് രോഗികൾ വരുമ്പം അവർക്ക് മെഡിസിൻസ് അവിടുന്ന് കൊടുക്കും. അപ്പയാണ് അത് സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് കൊടുത്തു വിട്ടപ്പോഴത്തേക്ക് ആ ലിസ്റ്റില് ഈ ലിസ്റ്റിന്റെ പുറകെ കോംപ്ലാനോ അങ്ങനെ എന്തോ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് വിളിച്ച് ചോദിച്ചു, സാറേ ഈ മരുന്നിനോടൊപ്പം അതും കൂടെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ, ആഗ്രഹമുള്ളതല്ലേ, അത് കൊടുത്തേക്കാൻ പറഞ്ഞു. അതാണ് ആ ഒരു വ്യത്യാസം. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചോ ചിലപ്പോൾ. പക്ഷെ ഇന്നത്തെ ഞാനത് കണ്ടു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനും അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ ഒരു സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ സഹായിക്കാനായിട്ട് മരുന്ന് കൊടുക്കുന്നു, അപ്പം അതിൻ്റെ കൂടെ ബൂസ്റ്റ് എഴുതുക എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പം വേണമെങ്കിൽ നോ പറയാം. പക്ഷെ അപ്പയുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് അത് ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നുള്ള ആ ഒരു വലിയൊരു കാര്യം, മറ്റൊരാളുടെ ആ ദുഃഖം മനസ്സിലാക്കുന്ന ഒരു ഇത്, അത് നമുക്കെല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ബോധപൂർവം അങ്ങനെ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഒരു ഇതാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ആളുകളെ കേൾക്കുക. ഏതാള് വന്ന് എന്ത് വ്യക്തി പറഞ്ഞാൽ അപ്പം എത്ര തിരക്കാണെങ്കിലും അപ്പം മൾട്ടി ടാസ്കിങ്ങിൻ്റെ ആളാണ്. ചിലപ്പോൾ എഴുതുമായിരിക്കും, ഫോൺ വിളിക്കുമായിരിക്കും, അതിൻ്റെ അപ്പുറത്തായിരിക്കും ഇയാൾ നിൽക്കുന്നത്. എന്നാൽ ആ വ്യക്തിയോട് ഒരു മൂളൽ കാണും. അപ്പം എത്ര തിരക്കിൻ്റെ ഇടയിലും അപ്പം അത് കേൾക്കും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മകൻ കുഞ്ഞായിരിക്കുമ്പം അപ്പം മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടെങ്കിൽ നല്ല തിരക്കില്ല, എന്നാലും മോൻ ചെന്ന് നിന്നിട്ട് അപ്പയെന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ മോനെ അവിടെ ഒരു ലിസ്ണിങ് ഇയർ കൊടുക്കും. അപ്പം അത് വീട്ടിലല്ല, അങ്ങനത്തെ ഏത് വ്യക്തി, ഒരു രോഗിയാകട്ടെ, ഒരു വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാകട്ടെ, അത് ഒരു ലിസ്ണിങ് ഇയർ ഞാനത് മനസ്സിലാക്കി. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് അപ്പയുടെ മരണശേഷമാണ്. ഒരുപാട് പേര് വന്ന് പറഞ്ഞു ഞങ്ങളെ കേൾക്കാൻ ഇന്ന് ആളില്ല. അത് ഞാൻ പല പ്രാവശ്യം കേട്ടപ്പോഴാണ് ഇപ്പം നമുക്കൊന്നും ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും, ഇപ്പം സിബി തന്നെ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടെന്ന് വെച്ചോ, അത് വന്ന് എനിക്ക് അതിൽ ചിലപ്പോൾ ഒന്നും സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ അത് വന്ന് സംസാരിക്കാൻ സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ അപ്പയിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അപ്പയുടെ മരണശേഷം ഈ ആളുകൾ പറഞ്ഞതിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാനത് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കാറുണ്ട്. പൂർണ്ണമായി പറ്റില്ലെങ്കിലും ഇപ്പം എത്ര തിരക്കിലിരുന്നാലും ഒരു കോള് വന്നാൽ ചിലരൊക്കെ വിളിച്ച് ഒരുപാട് കഥകൾ പറയും. പക്ഷെ അതൊന്ന് ശ്രവിച്ചിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഈ രണ്ട് കാര്യം. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ അപ്പയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരിത് താഴ്മ. അതെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താഴ്മ, അത് ഇപ്പം ഏറ്റവും സാമ്പത്തികമായി നിൽക്കുന്ന ഒരു വ്യക്തി വന്നാലും, ഏറ്റവും കുറഞ്ഞൊരു വ്യക്തി വന്നാലും അപ്പം രണ്ടുപേരെയും ഒരുപോലെ കാണും. വേണമെങ്കിൽ കുറഞ്ഞ ആൾക്ക് കുറച്ച് പ്രയോറിറ്റി ചിലപ്പം കൊടുത്തെന്ന്, ബിക്കോസ് അവനൊരു മനസ്സിന് ബുദ്ധിമുട്ട്. പിന്നെ ഭയങ്കര താഴ്മയുള്ള വ്യക്തിയാണ്. ഇതൊക്കെയാണ് ഞാൻ അപ്പയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞാൽ എപ്പോഴും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും മലയാളം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ഓട്ടം ഭയങ്കരമായിട്ടുണ്ട്. ഈ മന്ന എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ കാണാറുണ്ട്, സഹായങ്ങൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? രണ്ട് ഭാഗമാണ് പ്രവർത്തനങ്ങൾ. ഞാൻ വേറെ പറയാം. ഈ ഓട്ടം പറയുമ്പം ഈ ഓട്ടം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഇപ്പം ശനിയാഴ്ച ആയാൽ എനിക്ക് നേരത്തെ ഒരു 2 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് അപ്പയുടെ കൂടെ ആയിരുന്നപ്പോൾ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് വരെ ശനിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ ശനി ഞായർ ഒരു റെസ്റ്റ് പീരീഡാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് എനർജൈസ് ചെയ്യാനുള്ള സമയമാണ് ശനി ഞായർ. ആ ശനി ഞായറിലുമാണ് പിന്നെ അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളതിൻ്റെ ഒരു
എനർജി അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യാത്രയിൽ അപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനിന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അപ്പയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് സ്ഥാനത്തെത്തിയാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം തേടാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ടൊരു വിലയില്ലല്ലോ. നമ്മളിങ്ങനെ യാത്രകളിൽ പോകുമ്പോൾ ഈ അപ്പ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ, അത് ഞാൻ പറയുന്നത്, അപ്പ ചെയ്ത ഈ പ്രവർത്തനം കൊണ്ട് തന്നെ ആളുകൾ നമ്മളോടുള്ള കാണിക്കുന്ന സ്നേഹം നമ്മൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പം അത് നമ്മളെ ഭയങ്കരമായി ഈ അപ്പയുടെ ഈ മരണത്തിലുള്ള ഈ ദുഃഖത്തിലും ഒരു ആശ്വാസം എന്നതിലപ്പുറം നമുക്ക് ഭയങ്കരമായ ഒരു എനർജിയാണ് തരുന്നത്. അപ്പ പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നു എന്നാണ് അപ്പ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ ആളുകളെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്ക് എനിക്കൊന്നും അങ്ങനൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാകാവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പയെപ്പോലൊന്നും നമുക്ക് ചെയ്യാം, അപ്പയെപ്പോലെ ആകാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ചെയ്തു വരുമ്പം നമുക്കത് ഭയങ്കരമായ ഒരു ശക്തിയാണ്, നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഭയങ്കരമായ ഒരു ശക്തിയാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യാത്രകൾ ഇപ്പം ഏറെ ഇഷ്ടപ്പെടുന്നതും യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി കഴിയുന്നത്. ഈ പറഞ്ഞ പോലെ വീക്കെൻഡാണ് എനർജി അക്യുമുലേറ്റ് ചെയ്തെടുക്കുന്ന സമയം. പിന്നെ മറ്റൊരു സൈഡിൽ ഈ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 2 സംഘടനകളുണ്ട്. ഒന്ന് മന്നയും ഒന്ന് മെലോഡിയും. മന്നയെ പറ്റിയാണ് ഒരു കൂടുതൽ പേർക്കും അറിയാവുന്നതും ഞാൻ എല്ലായിടത്തും പറയുന്നതിലും. അതോടൊപ്പം തന്നെ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് 2012 തുടങ്ങിയത്. അതുവഴിയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പയുടെ മരണശേഷമാണ് അത് കൂടുതലായിട്ട് അങ്ങനെ പ്രോജക്റ്റുകളായിട്ട് ചെയ്തു വന്നത്. മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, പിന്നെ മെഡിക്കൽ ഹെൽപ്പ്, എഡ്യൂക്കേഷൻ ഹെൽപ്പ്, അതൊക്കെ നമ്മളെ കൊണ്ടാകാവുന്ന വിധം ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മറ്റൊരു ഭാഗത്തുള്ള ഞാൻ പറഞ്ഞല്ലോ മെലോഡിയ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. മെലോഡിയ ഒരു കൊയർ ഗ്രൂപ്പാണ്. അതും 2011 ആരംഭിച്ചു, 2012 അപ്പ തന്നെ ഉദ്ഘാടനം ചെയ്തതാണ്. 3 വർഷം അപ്പ തന്നെ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് വന്നിരുന്നുണ്ട്. അതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. അതൊരു ട്രിവാൻഡ്രം ബേസ്ഡ് കൊയർ ഗ്രൂപ്പ്. ഞങ്ങൾ തുടങ്ങി കോവിഡ് കാലഘട്ടം വരെ ഞങ്ങൾക്ക് 5 വയസ്സ് തൊട്ട്, എൻ്റെ മകൻ 5.5 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ മെലോഡിയെ തുടങ്ങുന്നത്. അപ്പോൾ 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് 50 വയസ്സുള്ളവർ വരെ ഉണ്ടായിരുന്നു മെലോഡിയയിൽ. പിന്നെ കോവിഡ് കാലഘട്ടമായപ്പോൾ കിഡ്സ് കൊയർ നിർത്തി. മെലോഡിയതും ചാരിറ്റി ബേസ്ഡ് കൊയർ ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ മേജറായിട്ട് ചെയ്യുന്നത്, എല്ലാ വർഷവും ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഒരു ക്രിസ്മസ് നൈറ്റ് നടത്താറുണ്ട്. അപ്പം അതിലൊരു മേജർ ചാരിറ്റിയും പിന്നെ തുടക്കത്തിലൊക്കെ തിരുവനന്തപുരത്തുള്ള എല്ലാ പള്ളികളുടെയും ക്യാരൽ പ്രസൻറ്റേഷനായിരുന്നു. ഇപ്പം ഈ കോവിഡിന് ശേഷം ഞങ്ങൾ ആ മോഡൽ മാറ്റിയിട്ട് ഇപ്പം ചാരിറ്റി മെലോഡിയയുടെ 1 hour ഷോയുമാണ് നടക്കുന്നത്. അപ്പം അതും ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. അതുവഴിയും കുറേ ചാരിറ്റി നടക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ ഞാൻ വളരെ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ സാധിച്ചു. എല്ലാ മേജർ ചാനലുകളിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഓണം പരിപാടിക്ക് നിശാഗന്ധിയിൽ പ്രോഗ്രാം ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ കൊടുക്കാനും ഒരുപാട് ഗാനം ആസ്വദിക്കുന്നവരെ ഞങ്ങളോടൊപ്പം കൂടെ കൂട്ടി, എല്ലാം പ്രൊഫഷണൽസാണ്, വർക്ക് ചെയ്യുന്ന എല്ലാവരും. അവർ നമ്മൾ പാഷൻ കൊണ്ട് പാടാൻ വരുന്നത്. അങ്ങനത്തെ ആ 2 സംഘടനയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ചെറുപ്പം മുതലേ ഈ സംഗീതത്തോടൊരു ആഗ്രഹം? ചെറുപ്പത്തിലെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോവുമായിരുന്നു. പിന്നെ അതുപോലെ പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു, കല്യാണ കൊയർ പാടുമായിരുന്നു. അപ്പം പാട്ടിനോട് ചെറുപ്പത്തോട്ടേ ഒരു പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പാട്ട് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. അതപ്പോൾ ഇപ്പം അത് ഇതിന്റെ ഭാഗമായി ഇപ്പം ഇടയ്ക്ക് ചെറുതായിട്ട് 1-2 ചാനലിലൊക്കെ പാടുകയൊക്കെ ചെയ്തു. അതിന് സമയം കണ്ടെത്തി പാടാൻ ശ്രമിക്കാറുണ്ട്. പാട്ടിന്റെ ഒരു ബേസ് ഈ മെലോഡിയ കൊയർ ഗ്രൂപ്പാണ് പിന്നെ ഉള്ളത്. ഇപ്പൊ സിനിമയിൽ നിന്നൊക്കെ പാടാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ സാധ്യതയുണ്ടോ? 1-2 ചെറിയ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അതിന് അങ്ങനെ പാടാനായിട്ട് പറ്റിയിട്ടില്ല. ഒന്നത് ടൈം കൺസ്ട്രെയിൻ തന്നെയാണ് മേജർ പ്രശ്നം. അത് 1-2 പേര് വിളിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ അവസാന നാളുകളിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മറിയ ഉമ്മൻ. അപ്പോൾ ആ ഓർമ്മകൾ എന്തൊക്കെയാണ്? അപ്പ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അപ്പയുടെ അവസാന നാളുകളിൽ നിന്നത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്നെനിക്ക് അപ്പയുടെ മരണശേഷം എന്ത് ഒരു അനുഗ്രഹം ലഭിച്ചാലും അത് അപ്പയുടെയാണെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതിൽ പക്ഷേ എനിക്ക് കുറച്ച് ഒരു ദുഃഖമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഏകാന്തത ഭയങ്കരമായി
താല്പര്യമില്ലാതെ ഭയപ്പെട്ടിരുന്ന, ഏകാന്തതയെ ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ആളില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവസാനമായപ്പം നമ്മുടെ ഈ ഫോഴ്സ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു, മെഡിക്കൽ കണ്ടീഷനായിരുന്നു. അപ്പോൾ ഒരു 4 മാസം ടോട്ടലി ഞങ്ങൾ ബാംഗ്ലൂർ പോയതിനു ശേഷം പബ്ലിക്കുമായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. ഇന്നത് ആലോചിക്കുമ്പം അതാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഒരിക്കലും മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അപ്പയുടെ ആ ആഗ്രഹം നമുക്ക് അപ്പോഴേക്ക് ആ ലാസ്റ്റ് 4 മന്ത്സ്, അവസാനത്തെ 3 മാസം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ആ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്തായിരിക്കും മനസ്സിൽ കൂടെ കടന്നു പോയത് എന്നാലോചിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കരമായ ദുഃഖം തരാറുണ്ടായിരുന്നു. ബിക്കോസ് അപ്പം മരിച്ചും പോയി. അപ്പോഴേക്ക് ആളുകളെ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായിരിക്കുമായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും അതിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്നത്. അപ്പോൾ അതെനിക്കൊരു ദുഃഖമായിട്ടുണ്ട്. പിന്നെ ഇപ്പം അതുപോലെ തന്നെ രാത്രിയിൽ ഞങ്ങൾ കിടക്കുമ്പം അപ്പയുടെയും എൻ്റെയും മുറി അപ്പുറം ഇപ്പുറം. അപ്പം അപ്പയും തൊട്ടടുത്ത കട്ടിൽ അമ്മ കിടക്കും, അപ്പയുടെ കെയർ ടേക്കറും മുറി കാണും, ഞാൻ ഇപ്പുറത്തെ മുറി. ചില ദിവസങ്ങളിൽ ഞാൻ അപ്പയുടെ കൂടെ ഇരിക്കും, അമ്മയ്ക്ക് റെസ്റ്റ് എടുത്തപ്പോൾ അമ്മ ഇപ്പുറത്ത് പോകും. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കിടക്കുന്ന മുറിയിൽ കിടക്കുമ്പം പലപ്പോഴും ഞാനൊരു ലേറ്റ് നൈറ്റ് ഒരു 12-1 മണി വരെയൊക്കെ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്തെ മുറിയിലോട്ട് വരും. അപ്പം മുറിയിൽ വരുമ്പോൾ അപ്പം പലപ്പോഴും ഇങ്ങനെ കണ്ണ് തുറന്നായിരിക്കും ഇങ്ങനെ മുകളിലോട്ട് നോക്കിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് അപ്പേന്ന് വിളിക്കുമ്പോൾ അപ്പ എൻ്റെ മുഖത്തോട്ട് നോക്കും. എന്ന് ഞാൻ പറയും, അപ്പ എന്താ ഉറങ്ങുന്നില്ലേ അപ്പോൾ ഉറങ്ങിക്കോ എന്ന് പറയും. അപ്പോൾ അപ്പം ഇങ്ങനെ തന്നെ എന്നെ ഇങ്ങനെ ചിമ്മോ എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഉറങ്ങിക്കോ. അപ്പം സംസാരിക്കാൻ പറ്റത്തില്ല അപ്പയ്ക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ പറയാം, അപ്പോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പയുടെ തലയിൽ ഇങ്ങനെ തടവിയിട്ട് അപ്പോൾ ചിലപ്പോൾ അപ്പ അങ്ങ് കണ്ണടയ്ക്കും. ഒന്ന് കണ്ണടച്ചിട്ട് ഞാനൊരു 1 മിനിറ്റ് വല്ലതും മാക്സിമം അവിടെ നിൽക്കും. കണ്ണടച്ച് കഴിയുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ഇങ്ങി പോരും. പിന്നെ അപ്പയുടെ മരണശേഷം അപ്പം ഞാനത് ചിന്തിച്ചിരുന്നില്ല. അപ്പയുടെ മരണശേഷം ഞാൻ ആലോചിച്ചു, ഞാൻ അങ്ങനെ ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ അപ്പം പിന്നെ ഉണരുവോ ഇല്ലയോ, എന്തായിരിക്കും അമ്മ അടുത്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ കിടക്കുന്ന ദിവസം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പുറത്തെ മുറിയിലുള്ളപ്പോഴാണ് ഞാൻ അപ്പുറത്ത് വന്ന് നോക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പം എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും, അതെനിക്കൊരു ദുഃഖമായിട്ട്, അതിലെനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അതെൻ്റെ മനസ്സിലെ എപ്പോഴും ഒരു മായാത്ത ഓർമ്മയാണ്. അതുപോലെ ഒരു മായാത്ത ഓർമ്മയാണ്. അപ്പം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അപ്പയുടെ ഇപ്പുറത്തെ മുറിയിൽ അപ്പയും മെയ്ഡ്സും മാത്രമേ ഉള്ളൂ, കെയർ ടേക്കർ മാത്രമേ 2 പേരും അവിടെ ഇരിക്കും. അപ്പോഴത്തേക്ക് ഞാനും അമ്മ ഇപ്പുറത്തിരുന്ന് ഒറ്റ മതില ഇപ്പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മെയ്ഡ് വന്ന് പറഞ്ഞു, മോള് ഇങ്ങി വരാൻ പറയാം. ആൻറ്റി എന്നെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് വിറയ്ക്കുന്നു മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പയെ അങ്ങോട്ട് നോക്കി. അപ്പം അപ്പ കട്ടിൽ ചാരി ഇരുന്നിട്ട് ഞാൻ അപ്പയെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയതും പെട്ടെന്ന് അപ്പയുടെ ചുണ്ട് വിറച്ച് എന്നെ കണ്ടതും കണ്ണിക്കൂടെ അങ്ങ് വെള്ളം വന്നു. ഇത് അപ്പം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പുള്ളൊരു സംഭവമാണ്. അപ്പം കണ്ണിക്കൂടെ ആ വെള്ളം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പ എന്തോ പറ്റിയെന്നും പറഞ്ഞ് അപ്പയെ അങ്ങ് പോയി കെട്ടിപ്പിടിച്ചു. അത് ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിക്കുന്നു. അമ്മ വന്നു. പക്ഷെ അപ്പോൾ അപ്പയുടെ ചുണ്ട് എന്നെ കണ്ടതും ഷിവർ ചെയ്തു, കണ്ണിക്കൂടെ അങ്ങ് വെള്ളം വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചപ്പേ. അപ്പോൾ ഞാൻ അമ്മ അപ്പുറത്തു നിന്ന് മെയ്ഡ് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് എന്തോ പനി വന്നത്. അപ്പോൾ പനി പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ച് പനി സബ്സൈഡ് ചെയ്തു. പക്ഷെ ഞാൻ ഇന്നും ആലോചിക്കും, എന്തായിരിക്കാം ആഗ്രഹിച്ചത്. മരണം മുന്നിൽ കണ്ടതാണോ, എന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചതാണോ? അത് ഇന്നും എൻ്റെ മനസ്സിലൊരു അതും ഒരു മായാത്ത ചിത്രമായിട്ട് നിൽക്കുന്നു. പിന്നെ ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ഇപ്പം അപ്പ എപ്പോൾ വീട്ടിൽ വന്ന് കയറിയാലും എന്നെ എപ്പോൾ കാണുന്നു, അത് വന്ന് കയറുമ്പോൾ നമ്മൾ പിള്ളേരാണല്ലോ, അപ്പോൾ കാണുന്ന ഉടനെ അപ്പ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഇവിടെ ഉമ്മ തരുമായിരുന്നു, നെറുകയിലൊരു ഉമ്മ തരുമായിരുന്നു. അത് ഞാൻ വിവാഹം കഴിക്കുന്നത് വരെയും അപ്പ എന്നെ ഉമ്മ തരുമായിരുന്നു. അങ്ങനെ കുറേ ഉമ്മ എനിക്ക് തന്നിട്ടുണ്ട് എന്നെ കാണുമ്പോൾ. പക്ഷേ അതിലൊരു വെച്ചാൽ ആ ഉമ്മയുടെ ഒരു 2 ഇരട്ടി എനിക്ക് അപ്പയുടെ ചികിത്സാ സമയത്ത് അപ്പയുടെ കൂടെ നിന്നപ്പം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അതെനിക്കൊരു ഭാഗ്യമായിട്ട്
അത് ഞാൻ കാണും. അപ്പ അന്ന് തന്ന ആ സ്നേഹം എനിക്ക് അങ്ങനെ അവസാന കാലത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം സന്തോഷമുണ്ട്. ഉണ്ട്.